ഏഞ്ചൽ. ഞാൻ ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം ജൂണിലാണ്. ഞാൻ ജൂണിൽ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് സെപ്റ്റംബറൊക്കെ ആയപ്പോൾ ഞാൻ ട്രെയിനിൽ നിന്നൊന്ന് വീണു. ഞാൻ ട്രെയിനിലിരുന്ന് ഉറങ്ങിപ്പോയി. അത് ട്രെയിൻ ഞാൻ കണ്ടു തുറന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ സ്റ്റേഷനെത്തി. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ടെൻസ്ഡായിട്ട് ആ ടൈമിൽ ഞാൻ ട്രെയിൻ ചെറുതായിട്ട് മൂവായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടി. ഞാൻ പ്ലാറ്റ്ഫോമിലേക്കാണ് വീണത്. അപ്പോൾ ഞാൻ എൻ്റെ കൈയുടെ എൽബോ കുത്തിയാണ് വീണത്. അപ്പം എനിക്ക് കൈ ഒരേ പോസ്റ്ററിൽ തന്നെയാണ് എനിക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് എനിക്ക് അനക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു മസിൽസ് ബ്രേക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് ചിലപ്പോൾ സർജറി വേണ്ടി വരും. നമുക്ക് സർജറിക്കുള്ള ഡേറ്റൊക്കെ ഞാൻ പറയാം, അതിന് മുമ്പ് നമുക്ക് എൽബോയുടെ ഒരു MRI എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൽബോയുടെ MRI എടുക്കുന്ന ടൈമിൽ ഞാനും അമ്മയും പ്രാർത്ഥിച്ചു, മാതാവേ ഞങ്ങൾക്ക് സർജറി ഒന്നും ഇല്ലാതെ, ചെറിയ പരിക്കുകളുണ്ടെങ്കിലും കുഴപ്പമില്ല, സർജറി ഒന്നും ഇല്ലാതെ ഞങ്ങൾക്ക് മാതാവ് ഞങ്ങൾക്ക് മാറ്റിത്തരണേന്ന് പറഞ്ഞു. MRIയുടെ റിസൾട്ട് വന്നു. MRIയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ടിഷ്യൂവിന് ഡാമേജ് വന്നിട്ടുണ്ട്, എല്ല് പൊട്ടിയിട്ടുണ്ട്, മസിൽസ് സ്ട്രെയിൻ ആയിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു അവിടെ ഇനി ഡാമേജ് ആവാനായിട്ടൊന്നുമില്ല, തനിക്ക് ഭയങ്കര ലക്കുണ്ട്, മസിൽസ് ബ്രേക്ക് ആയിട്ടില്ല, സർജറി വേണ്ട, റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ കുറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു 1.5-2 മാസത്തോളം പ്ലാസ്റ്റർ ഇട്ട് ഞാൻ റെസ്റ്റ് എടുത്തിരുന്ന് പ്ലാസ്റ്റർ വെട്ടിയതിന് ശേഷം എനിക്ക് കൈ അനക്കുമ്പോൾ കൈ വേദനയായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് ഇപ്പോഴും കൈ വേദനയാണ്, എനിക്ക് വേദന മാറിയിട്ടില്ല. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, അപ്പോൾ താൻ എന്ത് വിചാരിച്ചേ ഇത്ര ഡാമേജ് ഉണ്ടായിട്ട് പെട്ടെന്ന് അനങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ചു, ഒരു 1 year എങ്കിലും എടുക്കും തൻ്റെ കൈക്ക് മുമ്പത്തെ പോലെ ബലം വരാനായിട്ട്. അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് എനിക്ക് CMAയുടെ ഇൻ്റർ എക്സാമാണ്. ഞാനപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷനായി. എനിക്ക് ഒരു മാസം കഴിഞ്ഞ് എക്സാം എഴുതാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ടെൻഷനിൽ ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ അമ്മ ഇങ്ങനെ ആയുർവേദശാലയിൽ നിന്ന് ഒരു കുഴമ്പെടുത്ത് ചൂടാക്കി എനിക്ക് ഒഴിഞ്ഞ് എല്ലാ ദിവസവും പരത്തി തരുമായിരുന്നു. അതിനകത്ത് അമ്മ ഇവിടുത്തെ തൈലം ഒഴിച്ചിട്ട് അമ്മ എനിക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനും അമ്മയും കൂടി തൈലം പുരട്ടി എല്ലാ ദിവസവും പുരട്ടുമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് 1 വർഷം എടുക്കും തൻ്റെ കൈക്ക് ആ ബലം തിരിച്ച് തൻ്റെ മുമ്പത്തെ പോലെ ബലം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി 1 വർഷമെങ്കിലും എടുക്കും എന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. പക്ഷേ പരിശുദ്ധ അമ്മ എനിക്ക് 1 മാസത്തിനുള്ളിൽ എൻ്റെ എക്സാമിനുള്ളിൽ എനിക്ക് എൻ്റെ കൈക്ക് മുമ്പത്തേനേക്കാളും ബലത്തിൽ എനിക്ക് പൂർണ്ണമായ ആരോഗ്യത്തോട് കൂടിയിട്ട് അമ്മ എനിക്ക് സൗഖ്യം തന്നു. അതിനുശേഷം ഞാൻ ഉടമ്പടി പുതുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. അതിനുശേഷം ഞാൻ ഇപ്പോൾ ഈ മെയിൽ 12-ാം തീയതി എനിക്ക് ഹിപ്പിന് ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ പെയിൻ എനിക്ക് ചെറുതായിട്ടേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാനത് വലിയ കാര്യമായിട്ട്